മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട പുസ്തകമാണ് ബെന്യാമിന്റെ ആടുജീവിതം. പ്രവാസത്തിന്റെ പ്രയാസങ്ങൾ പറയുന്ന, മരുഭൂമിയിൽ ആടുകൾക്കൊപ്പം ഒറ്റപ്പെട്ടു പോയ നജീബിന്റെ കഥ പറയുന്ന പുസ്തകം. ഏകദേശം 200ഓളം എഡിഷനുകളിൽ പുറത്തിറങ്ങിയ പുസ്തകം. ആടുജീവിതം ബ്ലസ്സി പൃഥ്വിരാജിനെ വെച്ച് സിനിമയാക്കിയതോടെ ആ സിനിമയും അതിലെ അഭിനയവും അതിലെ ടെക്നിക്കാലിറ്റിയും ഒക്കെ വീണ്ടും ശ്രദ്ധിക്കപ്പെട്ടു. എ.ആർ. റഹ്മാന്റെ പാട്ടുകൾ ഒരുപാട് ഹിറ്റായി മാറി. ഇപ്പോൾ ആടുജീവിതത്തിന്റെ ഒരു റിവ്യൂ ഇറങ്ങിയിരിക്കുകയാണ്. ഇത് ചെയ്തിരിക്കുന്നത് ഒരു കൊച്ചുകുട്ടിയാണ്. മാന്തുരുത്തൂർ MLP സ്കൂളിലെ നന്മ തേജസ്വിനി എന്ന കൊച്ചുകുട്ടി. ഇത് ഇത്രയുള്ളൂ എന്ന തലക്കെട്ടിൽ കഥാകാരൻ ബെന്യാമിൻ തന്നെയാണ് ഈ റിവ്യൂ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. നന്മ തേജസ്വിനിയുടെ റിവ്യൂ ഇതാണ്. ആടുജീവിതം. ഒരു ദിവസം നജീബ് എന്ന ഒരാൾ ജീവിച്ചിരുന്നു. ഒരു നാൾ നജീബ് ദുബായിൽ പോയി. അവിടുത്തെ അർബാബ് മനുഷ്യൻ നജീബിനെ പറ്റിച്ച് മരുഭൂമിയിലിട്ടു. കുറെ വർഷങ്ങൾ കഴിഞ്ഞു. നജീബ് ആടിന്റെ പുല്ലും ആടിന്റെ വെള്ളവും കുടിച്ചു ജീവിച്ചു. ഒരു ദിവസം നജീബിനെ രക്ഷിക്കാൻ ഒരാൾ വന്നു. രക്ഷിച്ചു കൊണ്ടുപോയി. പെരിയോനെ റഹ്മാനെ, പെരിയോനെ റഹീം. ഇതാണ് ആ നന്മ തേജസ്വിനി എന്ന കൊച്ചുകുട്ടിയുടെ കുറിപ്പ്. ബെന്യാമിന്റെ ഈ പോസ്റ്റിന് താഴെ വന്ന കമന്റുകളാണ് ഏറെ രസകരം. സിമ്പിൾ ആൻഡ് പവർഫുൾ. ഇതിനെയാണ് നിങ്ങൾ കൊണ്ടുപോയി വലിയ ബുക്കാക്കി മാറ്റിയത്. മറ്റൊന്ന്, പാട്ടുകൂടി ഉൾപ്പെടുത്തി ആകെ ഇത്രയേ ഉള്ളൂ ഈ കഥ. ഇതിനെയാണ് വലിയ എഴുത്തെഴുതി ഞങ്ങളെ നിങ്ങൾ തീറ്റിച്ചത്. മറ്റൊരു കമന്റ് ഇതാണ്. ഇതിനാണ് ഞാൻ കരഞ്ഞത്. ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ഇങ്ങനെ പോകുന്നു രസകരമായ കമന്റുകൾ. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി.